തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല. ജനസംഖ്യയിൽ സംസ്ഥാനത്ത് 2-ാം സ്ഥാനം. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ജനസംഖ്യ കൂടിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ്. വർഷം 1929. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കാര്യവട്ടം. വർഷം 1990. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് അഗസ്ത്യമല. ഉയരം 1869 മീറ്ററാണ്. കേരളത്തിലെ ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂളിൻ്റെ ആസ്ഥാനം അരിപ്പ. സംസ്ഥാനത്തെ ആദ്യ വനം അക്കാദമി അരിപ്പയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് ആക്കുളം. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആക്കുളം. ഇന്ത്യയിലെ ആദ്യത്തെ DNA ബാർകോഡിംഗ് കേന്ദ്രം പുത്തൻതോപ്പാണ്. ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം ആക്കുളമാണ്. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ 1963 തുമ്പയിൽ നിലവിൽ വന്നു. ഇത് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് 1968-ലാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട്. ഇതിൻ്റെ പുതിയ പേര് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യം തിരുവനന്തപുരം. 1695 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോട്ട പണിയുവാൻ അനുവാദം നൽകിയ റാണിയാണ് ഉമയമ്മ റാണി അഥവാ ആറ്റിങ്ങൽ റാണി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ്. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. നക്ഷത്ര ബംഗ്ലാവ് പണിതത് സ്വാതി തിരുനാളാണ്. പുത്തൻമാളിക അഥവാ കുതിരമാളിക പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്തെ പ്രശസ്ത ചാലക്കമ്പോളം സ്ഥാപിച്ചത് രാജ കേശവദാസാണ്. ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന ജില്ല. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടനാണ്. വർഷം 1869. വേലുത്തമ്പി ദളവയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിലാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. മതിലകം ക്ഷേത്രം എന്നും അറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ദക്ഷിണ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ബാലരാമപുരം. കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരം. നാളികേര വികസന കോർപ്പറേഷൻ ബാലരാമപുരം. ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി ഉമ്മിണിത്തമ്പിയാണ്. തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. 1958 നിലവിൽ വന്ന നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാറ്റിൻകര താലൂക്കിലാണ്. തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ് നെയ്യാർ. പ്രധാന കായലുകളാണ് ഇടവ, നടയറ, കഠിനംകുളം, വേളി, അഞ്ചുതെങ്ങ്. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് PMG ജംഗ്ഷൻ തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശാല. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം. മഹാത്മാ പുരസ്കാരം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ചെങ്കൽ. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ. വൈഡൂര്യം കുടിച്ചെടുക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് നെടുമങ്ങാട്. രത്നക്കല്ലുകളുടെ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല. കേരളത്തിലെ ആദ്യ ബാലഭിക്ഷാടന വിമുക്ത ജില്ല.
രാജ്യത്താദ്യമായി അയ്യങ്കാളി ചെയർ സ്ഥാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യ ഹൈടെക് ഹരിത ഗ്രാമമാണ് മാണിക്കൽ. കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ സ്വകാര്യ തുറമുഖം വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി സ്ഥാപിതമായ ജില്ല. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം തിരുവനന്തപുരത്താണ്. കേര ഫെഡിൻ്റെ ആസ്ഥാനം വെള്ളയമ്പലം. പാപനാശം കടപ്പുറം വർക്കല. കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി കാട്ടാക്കട. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട്. കേരളത്തിലെ ഏക വനിതാ ജയിലാണ് നെയ്യാറ്റിൻകര. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പട്ടം. നബാർഡിൻ്റെ ആസ്ഥാനം പാളയം തിരുവനന്തപുരം. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്നാണ്. കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം പാറോട്ടുകോണം. തിരുവനന്തപുരം ആസ്ഥാനമായ സ്ഥാപനങ്ങൾ: കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വർഷം 1965. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് കരകൗശല വികസന കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്ദ. കേരള ഗ്രന്ഥശാല സംഘം. റീജിയണൽ ക്യാൻസർ സെൻറ്റർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ ആനേറ. ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ. ചലച്ചിത്ര അക്കാദമി. ഇതെല്ലാം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് NISH പൂജപ്പുര. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മാർബിൾ മന്ദിരം ലോട്ടസ് ടെമ്പിൾ, അത് ശാന്തിഗിരി ആശ്രമം. EMS അക്കാദമി വളപ്പിൽശാല. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരി വർക്കല. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ. ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം കണ്ണമ്മൂല. പേപ്പാറ വന്യജീവി സങ്കേതം, സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈലോപ്പള്ളി സംസ്കൃത ഭവൻ, ഉള്ളൂർ സ്മാരകം ജഗതി, ആശാൻ സ്മാരകം തോന്നയ്ക്കൽ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓംബുഡ്സ്മാൻ്റെ ആസ്ഥാനം എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. താങ്ക് യു.